നമസ്കാരം. കേരള ന്യൂസ് 60 ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടോ പതിവുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകണ്ട. വാർത്തയിലേക്ക്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒരു വല്ലാത്തൊരു ദുരന്തോസ്കിയാണെന്ന് പറയുന്നതിൽ വലിയ സങ്കടമുണ്ട്. ആശയ ദാരിദ്ര്യം കൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണെന്ന് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ കാണുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നുമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നല്ല രീതിയിൽ ഈ സംസ്ഥാനത്ത് ഭരണം കാഴ്ചവെക്കുന്നത് കൊണ്ട് LDF 3.0 സംഭവിക്കുമെന്ന് നന്നായി തന്നെ വി.ഡി. സതീശൻ മനസ്സിലാക്കിയത് കൊണ്ട് ഇപ്പോ പ്രത്യേകിച്ച് ഉന്നയിക്കാൻ ഒരാരോപണവും ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ വി.ഡി. സതീശനും താടി വെച്ച പുതിയ സ്വപ്നം ഇറക്കിയിട്ടുണ്ടല്ലോ. ആ മുഹമ്മദ് ഷർഷാദിന്റെ ആരോപണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഒരു ഉളുപ്പുമില്ലാതെ ചില കഥാപ്രസംഗം നടത്തുകയാണ്. മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ ആരോപണമുണ്ട്. സാമ്പത്തിക കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ആരോപണം. ഞാൻ പറഞ്ഞല്ലോ, ഹവാല ഇടപാടുണ്ട്, റിവേഴ്സ് ഹവാല ഇടപാടുണ്ട്. സാമ്പത്തിക കുറ്റകൃത്യമാണ്. മദ്രാസിലൊരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയിൽ നിന്ന് വിദേശത്തേക്ക് പണം അയച്ച് ആ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ? എന്തെങ്കിലും തെളിവ് കയ്യിൽ വെച്ചുകൊണ്ടാണോ? അല്ല. ഉന്നയിച്ചിട്ടുള്ള ആളുടെ കയ്യിൽ പോലും അയാൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു തെളിവുമില്ല. മാത്രവുമല്ല, എന്തൊക്കെ മേളമാണ് മുഹമ്മദ് ഷർഷാദ് കാണിച്ചു കൂട്ടിയത്. അതായത് കത്ത്, അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാട്, ഗോവിന്ദൻ മാഷിന്റെ മകൻ, അങ്ങനെയൊക്കെ പലരുടെയും പേരും പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള നുണക്കഥകളും പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ഷർഷാദ് കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് മുൻ ഭാര്യ റത്തീനയുടെ ഫേസ്ബുക്ക് പോസ്റ്റോട് കൂടി തന്നെ നമുക്ക് ഇന്നലെ മനസ്സിലായി. ഒരു കുടുംബ വഴക്കാണ് ഇതിനൊക്കെ കാരണം. അപ്പോ റത്തീനയെ ആക്രമിക്കുക, അപകീർത്തിപ്പെടുത്തുക എന്നതാണ് അയാളുടെ ഉദ്ദേശമെന്ന് റത്തീനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മാത്രവുമല്ല, ഇയാൾ ഒരു ഗജരാജ ഫ്രോഡാണെന്നുള്ള കാര്യം കൂടി റത്തീനയുടെ FB പോസ്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോ റത്തീനയെ ആക്രമിക്കാൻ വേണ്ടി പാർട്ടിയെ കൂടി ഇതിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് മാധ്യമങ്ങളെ മുഴുവൻ എങ്ങോട്ടേക്ക് ആ ശ്രദ്ധ തിരിച്ച് റത്തീനയിലേക്ക് വിട്ടുകൊണ്ട് റത്തീനയെ മാധ്യമ വിചാരണ ചെയ്യാനും മാധ്യമ വേട്ടയാടാനും ഒക്കെ ഇയാൾ നടത്തിയ ഒരു നീക്കമാണ് നമ്മൾ കണ്ടത്. അപ്പോ അതൊക്കെ ഇന്ന് തകർന്നടിയുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഒപ്പം രാജേഷ് കൃഷ്ണയെയും ഇയാൾ ആക്രമിക്കാനുള്ള വലിയ തോതിലുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ടായിരുന്നു. ഇയാളുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ ഇവര് രണ്ടുപേരുമാണ് ഇയാളുടെ ടാർഗറ്റ് എന്ന് നമുക്ക് മനസ്സിലായതാണ്. പക്ഷേ ഇയാൾ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞിട്ടുള്ള നുണക്കഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ചാടിപ്പിടിക്കാനായിട്ട് പരമവിഡ്ഢിയായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ട് എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. അയാൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവൊക്കെ ഇത് കയറി പിടിച്ചു. ശേഷം ഇപ്പോ നാണം കെട്ട് തൊലി ഒഴിഞ്ഞ് നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവും ഇയാളെ പൊക്കിപ്പിടിച്ച് നടന്ന മാധ്യമങ്ങളും ഒക്കെ. അതായത് പറഞ്ഞത് മുഴുവൻ നുണയായിരുന്നു എന്നുള്ള കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇയാൾ ഗോവിന്ദൻ മാഷിന് അയച്ചൊരു കത്ത് എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ആ കത്തില് ഇയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി ഞാനൊന്ന് വായിക്കാൻ കേട്ടോ. ഇങ്ങനെയാണ് അയാൾ അന്ന് ഗോവിന്ദൻ മാഷ് 2024 അയച്ച കത്തിൽ പറയുന്നത്. CPM-ഉം അതിന്റെ സെക്രട്ടറി ശ്രീ MV ഗോവിന്ദനും ഏതെങ്കിലും തരത്തിലുള്ള നിഗൂഢ സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെട്ടതായി ഞാൻ ഒരിക്കലും ആരോപിച്ചിട്ടില്ല. കേട്ടല്ലോ. അതിനുശേഷം അദ്ദേഹം പറയുന്നു, എനിക്ക് അങ്ങയോട് അങ്ങേയറ്റത്തെ ബഹുമാനമുണ്ട്. അങ്ങയുടെ ധാർമ്മികതയും തത്വങ്ങളെയും ഞാൻ എപ്പോഴും ആരാധിക്കുന്നു. എന്റെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ അങ്ങയെ പിന്തുടരുന്നു. 30-35 വർഷമായി ന്യൂ മാഹിയിൽ നിന്ന് CPM-നൊപ്പം നിന്ന ചുരുക്കം മുസ്ലിം കുടുംബങ്ങളിൽ ഒന്നാണ് എന്റേത്. അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ അടിയിൽ ഇനി ഒരു മാപ്പപേക്ഷ കൂടി നമുക്കൊന്ന് നോക്കാം. പറയുന്നു, എന്റെ പ്രസ്താവനകൾ നിക്ഷിപ്ത താല്പര്യക്കാർ വളച്ചൊടിച്ചതിനാലുണ്ടായ ഏതെങ്കിലും അസൗകര്യങ്ങൾ, അപമാനങ്ങൾക്ക് പാർട്ടിയോടും നേതാക്കളോടും ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? മുഹമ്മദ് ഷർഷാദാണ്. ഈ മുഹമ്മദ് ഷർഷാദാണ് ഇപ്പോൾ 14 മാസങ്ങൾക്ക് ശേഷം ഒരു വിചിത്രമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ ഇതിൽ നിന്നൊക്കെ വ്യക്തമായില്ലേ റത്തീന പറഞ്ഞതൊക്കെ ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? അപ്പോ ഇവിടെ എന്താണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കളിക്കുന്ന കളി? ഹവാല ഇടപാടും റിവേഴ്സ് ഹവാലയോടെ നടന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇതൊന്നും നിഷേധിച്ചിട്ടില്ല CPM, ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇന്നലെ MV ഗോവിന്ദൻ മാഷൊക്കെ ഈ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞു. MP രാജേഷ് പറഞ്ഞു കഴിഞ്ഞു, രാജേഷ് കൃഷ്ണ പറഞ്ഞു കഴിഞ്ഞു, തോമസ് ഐസക് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും പറയുകയാണ്, ഹവാല ഇടപാട് നടന്നിട്ടുണ്ട്, സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടെന്നൊക്കെ. അവിടെ നിന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, എന്തിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഇത് പറയുന്നതെന്ന്. അപ്പോ വി.ഡി. സതീശന്റെ പ്രതികരണം ഒന്ന് കാണണം. അല്ല, അദ്ദേഹം തെളിവുകൾ ഹാജരാക്കട്ടെ. അദ്ദേഹം പറഞ്ഞല്ലോ ഏതിലാണ് ഇപ്പോ കണ്ടല്ലോ. മൂപ്പര കയ്യിൽ ഒന്നുമില്ല, ഒരു രേഖയും കണ്ടിട്ടുമില്ല. ഈ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിട്ടുള്ള വ്യക്തി പോലും ഒരു സംഭവവും മാധ്യമങ്ങളുടെ മുമ്പിൽ എടുത്തു വെച്ചിട്ടുമില്ല. ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട്
വെറുതെ അതിന്റെ പേരിൽ ഇങ്ങനെ അന്തിച്ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാണമില്ലല്ലോ പ്രതിപക്ഷ നേതാവ് എന്നാണ് ചോദിച്ചു പോകുന്നത്. ഇതുവരെ താങ്കൾക്ക് എന്തോ ഒരു ആരോപണങ്ങൾ ഉന്നയിച്ചു, ഒരു തെളിവ് വെച്ചുള്ള ഒരു ആരോപണം ഈ സർക്കാരിനെതിരെ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അമ്പേ പരാജയവും നാണക്കേടുമാണെന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ തെളിയിക്കില്ല സതീശ എന്നാണ് പറയാനുള്ളത്. ഇനി അതിനുശേഷം സതീശിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ റെത്തീന എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഇതൊരു കുടുംബ വഴക്കാണ് എന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കിടന്ന് ഉരുണ്ട് മറയുകയാണ്. അതിനിടയിൽ തോമസ് ഐസക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തോമസ് ഐസക് ഒക്കെ ഇതിൽ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എന്തായാലും വി ഡി സതീശിന്റെ പ്രതികരണം ഒന്ന് കാണാം. അതില്ലാന്ന് അവര് പറയട്ടെ, അതില്ലാന്നൊന്നും അവര് പറഞ്ഞിട്ടില്ല. കേട്ടല്ലോ, തോമസ് ഐസക് മാത്രമല്ലേ, ഇന്നലെ തന്നെ എം പി ഗോവിന്ദ മാഷൊക്കെ വ്യക്തമായിട്ടുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞു. മാത്രവുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏതൊരു അന്വേഷണത്തിനും CPM-ഉം അതുപോലെ തന്നെ CPM നേതാക്കളും റെഡിയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഇനി ഇതിൽ ഈ സംഗതി കലക്കിയിട്ട് മീൻ പിടിക്കാൻ പറ്റില്ല എന്ന് സതീശന് മനസ്സിലായപ്പോ വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സത്യത്തില് നിങ്ങളെ കണ്ടിട്ട് ഈ നാട്ടിലെ കുട്ടികൾ, അത് വളർന്നു വരുന്ന തലമുറ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് നുണ മാത്രം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ പെരും നുണയിന് കൊടുക്കുന്ന ഒരു പട്ടമാണോ എന്ന് ചിന്തിച്ചാലും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ അമ്പേ പരാജയമാണ് സതീശ. സത്യത്തില് ഈ പ്രതിപക്ഷ നേതാവൊക്കെ ആയിട്ട് താങ്കൾക്ക് മുമ്പ് ഒരുപാട് ആളുകൾ ആ കസേരയിൽ ഇരുന്നിട്ടുണ്ട്. അവരൊക്കെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നന്നായി ശോഭിച്ചിട്ടുള്ള വ്യക്തികളാണ്. എന്താണ് തങ്ങളുടെ ജോലി എന്നും എങ്ങനെ വേണം ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായി മാറേണ്ടതെന്നൊക്കെ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവർ ആ രീതിയിലൊക്കെ ക്രിയാത്മകമായിട്ടൊക്കെ ഇടപെട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ വി ഡി സതീശൻ എന്ന് പറയുന്ന ഈ പ്രതിപക്ഷ നേതാവ് അമ്പേ പരാജയം എന്ന് മാത്രമല്ല, ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് പോലും ആക്രോശിച്ചുകൊണ്ട് ക്ഷുഭിതനായൊക്കെ ഇയാൾ സംസാരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ പുച്ഛം തോന്നിപ്പോവുകയാണ്. നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കേറുന്നത് പോലെയാണ്. കൈരളിയിലെ മാധ്യമ പ്രവർത്തകരോട് കൈരളിയല്ലേ എന്ന് പറയുക, അല്ലെങ്കിൽ റിപ്പോർട്ടറിലെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ തട്ടിക്കേറുക. അങ്ങനെ ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ ഒന്നും വി ഡി സതീശന് കാണാൻ പാടില്ല. വി ഡി സതീശന് അപ്പൊ തട്ടിക്കേറും. മാത്രമല്ല, ഇവർക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യവും ചോദിക്കാൻ പാടില്ല. സത്യത്തിൽ വി ഡി സതീശ, നിങ്ങളുടെ കയ്യിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തെളിവ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു വിടൂ. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഛർദ്ദിച്ചത് എടുത്ത് ഇങ്ങനെ വാരി തിന്നുകൊണ്ട് അവസാനം ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഇരുന്ന് പുലമ്പാൻ നാണം തോന്നുന്നില്ല എന്ന് ചോദിച്ചു പോവുകയാണ്. സത്യത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്താണ് ചെയ്യേണ്ടത്? അതായത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവ് കയ്യിലുണ്ടെങ്കിൽ ആ തെളിവ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാണ് ആ തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിപ്പിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയല്ലേ വേണ്ടത്? എന്തുകൊണ്ട് അതിവിടെ ഒന്നും നടക്കുന്നില്ല? എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇവിടെ കാണാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തെളിവും അയാളുടെ കയ്യിലില്ല എന്നുള്ളതാണ്. അപ്പോ ഈ മുഹമ്മദ് ഷഷാദിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഈ താടി വെച്ച സ്വപ്നയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറച്ചുനാൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഇങ്ങനെ ഉന്തി നടക്കണം. പ്രത്യേകിച്ച് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഇപ്പൊ കിട്ടിയേക്കുന്ന പ്രധാനപ്പെട്ട സംഭവം ഇതാണ്. അപ്പോ അതുകൊണ്ട് മാധ്യമങ്ങളൊക്കെ കൈവിട്ടു എന്ന് കണ്ടപ്പോ ഈ മാധ്യമ പ്രവർത്തകരെ, എന്ത് വിഡ്ഢിത്തരവും എന്ത് നുണ പറയുന്നവരെയും ഒക്കെ ആഘോഷമാക്കുന്ന ഒരു വിഭാഗം മാധ്യമങ്ങളിലൂടെ ഉണ്ടല്ലോ, അവര് ഇത് വീണ്ടും വീണ്ടും ഊതി കത്തിക്കട്ടെ എന്ന് വിചാരിച്ച് സതീശന് ഇങ്ങനെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതൃഭൂമി, വലതുപക്ഷ മാധ്യമമായിട്ടുള്ള മാതൃഭൂമിയാണല്ലോ ഈ മുഹമ്മദ് ഷഷാദ് എന്ന് പറയുന്ന അവതാരത്തെ കെട്ടിയിറക്കിയത്. എന്തായാലും ഇപ്പോ മാതൃഭൂമിയുടെ അവസ്ഥയൊക്കെ അധോഗതിയായിട്ടുണ്ട്. പലരും പല രീതിയിലൊക്കെ നിയമ നടപടിക്കൊക്കെ വേണ്ടി ഒരുങ്ങുന്ന കാഴ്ചകളൊക്കെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാധ്യമ സിൻഡിക്കേറ്റ് അട്ടപ്പടലം മൂഞ്ചി എന്ന് പറയാതെ വയ്യ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ക്ഷീണമാണ് മാധ്യമ രംഗത്തിന് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, എല്ലാവരും വീണത് അങ്ങനെ ചത്തോണം കിടക്കുമ്പോൾ സതീശ ഇങ്ങനെ ഇരുന്ന് നിങ്ങൾക്ക് കഥാപ്രസംഗം നടത്താൻ നാണം തോന്നുന്നില്ലേ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. എന്തായാലും ഈ കണക്കിനാണ് പോകെങ്കിൽ LDF 3.0 സംഭവിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ അവസ്ഥ ആലോചിച്ചിട്ട് സങ്കടം തോന്നുന്നുണ്ടെന്ന് പറയാതെ വയ്യ. അടുത്ത തവണയെങ്കിലും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കുറച്ചെങ്കിലും ഒരു പ്രതിപക്ഷ മര്യാദയും ഒപ്പം കുറച്ചുകൂടി ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷമാകാൻ വേണ്ടി ശ്രമം നടത്തൂ എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.